വയനാട്ടിൽ ഇത്രയും വലിയൊരു പ്രളയം നടന്നിട്ടും സ്ഥലം MP ആയ പ്രിയങ്ക ഗാന്ധിക്ക് ഇതുവരെ അവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു പോരായ്മ തന്നെയാണ്. അതിൽ പലരും പല അഭിപ്രായം പറയുന്നവരാണെങ്കിലും അതെല്ലാം രാഷ്ട്രീയം മാത്രമാണ്. അതിൻ്റെ ധാർമ്മികത എന്നുള്ളത് തന്നെ ജയിപ്പിച്ച ഒരു മണ്ഡലത്തിൽ ആപത്തും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ എത്താനും ആശ്വസിപ്പിക്കാനും കഴിയണം എന്നുള്ളത് തന്നെയാണ്. അതവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അവിടുത്തെ ചുമതല ഏറ്റെടുത്ത മന്ത്രിമാരുമെല്ലാം അതിശക്തമായി നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ട് കൂടുതൽ ഇത് ചർച്ചയായില്ല എന്ന് മാത്രം. സത്യത്തിൽ ഇത്രയധികം വേദന അനുഭവിക്കുന്നതും ദുരന്തം പേറുന്നതുമായ ഒരിടം വയനാടല്ലാതെ ഈ രാജ്യത്ത് വേറെ ഉണ്ടാകില്ല. ഒരു സഹായം കൊണ്ടും പകരം വെക്കാൻ കഴിയാത്തൊരു ദുരന്തമാണ് അവർക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും സ്ഥലം MP ആയ പ്രിയങ്ക ഗാന്ധിക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല. രാഹുൽ ഗാന്ധി MP ആയിരുന്നപ്പോൾ ഇതിനേക്കാളും ഭേദമായിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം ഏറെ തിരക്കുള്ള ഒരാളായിട്ട് പോലും ഓടിയെത്തുമായിരുന്നു. ഇതങ്ങനെ വലിയ ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും വരാൻ വേണ്ടി സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ ജനങ്ങളെല്ലാം ഇളകുമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മുന്നിൽ പ്രിയങ്ക ഗാന്ധി ഒരു വിഷയമൊന്നുമല്ല. പക്ഷേ ഇളകാത്തതിനും പ്രിയങ്കയെ കുറ്റപ്പെടുത്താത്തതിനും ഒറ്റ കാരണമേയുള്ളൂ. അത് ടി സിദ്ദിഖ് എന്ന സ്ഥലം MLA ഇടപെടൽ മാത്രമാണ്. സിദ്ദിഖ് എന്ന മന്ത്രിയോട് പ്രത്യേക താല്പര്യമുണ്ടായിട്ട് ഞങ്ങൾ പറയുന്നതൊന്നുമല്ല. ഒരുപക്ഷെ സിദ്ദിഖ് എന്ന വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു മനസമാധാനവും കിട്ടാത്തതും ശരിക്കുറങ്ങാൻ പോലും പറ്റാത്തതും ഈ കൽപ്പറ്റ MLA ആയതിനു ശേഷം ആയിരിക്കും. എന്നും തൻ്റെ മണ്ഡലത്തിൽ കഷ്ടതകൾ മാത്രമാണ്. അതിനൊപ്പമാണ് ആ പാവം. വിഷമം കാണുമ്പോൾ മനസ്സ് പിടക്കാത്തവരായിട്ട് ഭൂമിയിൽ ആരുമില്ല. എന്നാൽ ദിവസവും അത് തന്നെ കാണുന്ന ഒരു ജനപ്രതിനിധിയുടെ അവസ്ഥ നമ്മൾക്കെല്ലാം ആലോചിക്കുന്നതിനും അപ്പുറത്താണ്. നമുക്കെല്ലാം ഒരു മരണ വീട്ടിൽ പോയി വന്നാൽ തന്നെ അത് സ്വാഭാവിക മരണമായാൽ പോലും അവിടുത്തെ വേദനകൾ മനസ്സിൽ നിന്ന് മായാതെ ഇങ്ങനെ നിൽക്കും. അതിനൊരുപാട് സമയമെടുക്കും. ഇതിങ്ങനെ 100 കണക്കിന് ദുരന്ത മരണങ്ങൾ സംഭവിക്കുകയാണ് കൽപ്പറ്റ മണ്ഡലത്തിൽ. ഒരു വീട്ടിലും വേദന പറയാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥ. അതെല്ലാം മനസ്സിലും തലയിലുമേറ്റി പ്രവർത്തിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനപ്രതിനിധി, അതാണ് സിദ്ദിഖ്. മുൻപത്തെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന സ്ഥലവും ഇപ്പോഴത്തെ കള്ളാടി ദുരന്തവും ഒക്കെ സിദ്ദിഖിൻ്റെ മണ്ഡലത്തിലാണ്. പോരാത്തതിന് ഇപ്പോൾ മന്ത്രിയുമാണ് അദ്ദേഹം. മനുഷ്യർക്കുള്ള സൗകര്യങ്ങൾ ചെയ്യാനും നിയമ പോരാട്ടം നടത്താനും എല്ലാം അദ്ദേഹം തന്നെ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരു പരാതിയുമില്ലാതെ ആ നാടിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് MP എന്ന പേരിൽ ഒരാൾ ആ നാട് പോലും കാണാൻ കൂട്ടാക്കാതെ ഉത്തരേന്ത്യയിൽ തന്നെ ഇരിക്കുന്നത്. അതിനവർക്ക് കഴിയുന്നത് ഈ സിദ്ദിഖ് എന്ന മനുഷ്യൻ്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ്. എന്നിട്ടും അദ്ദേഹത്തിന് അതിന് പരാതിയുമില്ല. കള്ളാടിയിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും സ്ഥലം MP പ്രിയങ്ക ഗാന്ധി ആ ദുരന്ത ഭൂമിയിൽ എത്താത്തതിൽ വളരെ നന്നായി വിശദീകരണം കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രി സിദ്ദിഖ്. സാന്നിധ്യം വേണം എന്നില്ലെന്നും പ്രിയങ്ക ഗാന്ധി കൃത്യസമയത്ത് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു എന്നുമാണ് സിദ്ദിഖ് മന്ത്രി വ്യക്തമാക്കിയത്. കള്ളാടി മണ്ണിടിച്ചിലുണ്ടായി ദിവസങ്ങളായിട്ടും MP അവിടത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്ന ആക്ഷേപം മാധ്യമങ്ങൾ തന്നെ തുടങ്ങുമെന്നുറപ്പായപ്പോഴാണ് തക്ക സമയത്ത് മന്ത്രിയുടെ വിശദീകരണം വന്നത്. മന്ത്രി സിദ്ദിഖ് പറഞ്ഞത് ഇങ്ങനെയാണ്. മുഖ്യമന്ത്രി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രിയങ്ക ഗാന്ധി ഓൺലൈനായി പങ്കെടുത്ത കാര്യം അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ കാര്യങ്ങളിലും അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അവർ ആ കാഴ്ചപ്പാടുകൾ ഞങ്ങളുമായി പങ്കുവച്ചു. അവസാനത്തെ മൃതദേഹം കിട്ടിയ ദിവസം വൈകിട്ട് യോഗം ചേരാനുള്ള നിർദ്ദേശവും പ്രിയങ്ക MPയുടേതായിരുന്നു. അവർ പറഞ്ഞ നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൃത്യതയോടുകൂടി അവിടെ നടപ്പിലാക്കി. വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ അടുത്ത ബന്ധുവായ അങ്കോഷ് പ്രിയങ്ക ഗാന്ധിക്കും നന്ദി പറഞ്ഞത് നമ്മൾ കേട്ടു. ദുരന്തത്തിൽപ്പെട്ടവരോട് അത്രയും കാര്യമായി ഇടപെട്ടതിനാലാണ് പ്രിയങ്കയ്ക്ക് അവർ നന്ദി പറഞ്ഞത്. ഒരാളുടെ ഇടപെടൽ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല, വിദൂരതയിൽ നിന്നാണെങ്കിലും സമഗ്രമായി ഇടപെടുക എന്നുള്ളതാണ് ഫലമുണ്ടാക്കുകയെന്നതാണ് തന്ത്രപൂർവമായ വാക്കുകളിലൂടെയാണ് മന്ത്രി സിദ്ദിഖ് പ്രിയങ്ക ഗാന്ധിക്ക് സംരക്ഷണം ഒരുക്കിയത്. ആ ഇടപെടലിൻ്റെയും ആ ഫലം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് സമയാസമയം വരികയും ചെയ്യും. അവിടുത്തെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നുണ്ട് എന്നുറപ്പിച്ച് പറയുകയാണ് സിദ്ദിഖ്. CSR ഫണ്ട് കൊണ്ടുവരുന്നു, അവരുടെ MP ഫണ്ട് ഇവിടെ ലഭിക്കുന്നു. കേരളത്തിൽ ഭരണം കിട്ടിയപ്പോൾ ഗോത്ര സർവകലാശാല ഉൾപ്പെടെയുള്ള ആശയം ബജറ്റിൽ പ്രഖ്യാപിക്കാനുള്ള ഇടപെടലും പ്രിയങ്ക നടത്തിക്കഴിഞ്ഞു. വയനാട്ടിലെ 80% ജനതയ്ക്കും ഉപകാരപ്പെടുന്ന മാതൃകയായ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസായി അത് മാറുകയാണ്. ഓരോ കാര്യങ്ങളും എണ്ണി പറയുന്നില്ലെന്നും
വയനാട്ടുകാർക്ക് താങ്ങും തണലുമാണ് പ്രിയങ്കയുടെ സാന്നിധ്യവും നേതൃത്വവുമെന്നും മന്ത്രി ഉറപ്പിച്ചിരിക്കുന്നു. അത് മലീമസമാക്കി ഏതെങ്കിലും രീതിയിൽ സംസാരിച്ചാൽ അതിനൊന്നും വയനാട്ടുകാർ വഴങ്ങില്ലെന്നും സിദ്ദിഖ് മന്ത്രി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാ ദുരന്തങ്ങളും നാശം വിതയ്ക്കുന്ന വയനാട്ടിൽ ഏറ്റവും വലിയ ദുരന്തമായി പ്രിയങ്ക ഗാന്ധി മാറുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് മന്ത്രി സിദ്ദിഖ്.